ജീസസ്. ഹല്ലേലൂയ. സങ്കീർത്തനം 119:17. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനമനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന തിരുവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാഴ്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 119 സങ്കീർത്തനത്തിൽ അതിൻ്റെ 17 തിരുലിഖിതം, അത് ഒരു പ്രാർത്ഥനയാണ്. അവിടെ സങ്കീർത്തന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം പാലിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം പാലിക്കണമെങ്കിൽ ഈ വചനം പാലിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കണം. പുക വലിക്കാതിരിക്കണമെങ്കിൽ ആ പുക വലിക്കാതിരിക്കാൻ കൃപ കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള കൃപ നേടിയെടുക്കണം. മദ്യപിക്കാതിരിക്കണമെങ്കിൽ മദ്യപിക്കാതിരിക്കാനുള്ള കൃപ നൽകുന്ന വചനത്തിൻ്റെ കൃപ നേടിയെടുക്കണം. അങ്ങനെ ജീവിതത്തിന് ഓരോ മേഖല വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ കർത്താവിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അത് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട ദൈവം കൃപ തരാൻ തയ്യാറാണ്. ഞാൻ ഓർക്കണം, അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ കുര്യൻ നീർക്കാട് എന്ന് പറഞ്ഞൊരു വ്യക്തി ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ആ വ്യക്തിയുടെ സാക്ഷി ഒരു ഗംഭീര സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് തരത്തിലുള്ള മദ്യപാന, പല തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള അടിമത്തത്തിലായിരുന്നു. എന്നാൽ ആരാധനയിൽ സംബന്ധിച്ച പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എഴുതപ്പെട്ട വചനം ലംഘിക്കാതെ എഴുതപ്പെട്ട വചനം പാലിച്ച് ജീവിക്കാനുള്ള കൃപ കർത്താവ് ആ ദാസന് കൊടുത്ത്. നമുക്കന്ന് കേൾക്കാം. എൻ്റെ പേര് കുര്യൻ, മഞ്ചത്തിൽ, കോട്ടയം ജില്ലയിൽ നീർക്കാട് ഇടവകയിൽ നിന്ന് വരുന്നത്. നീർക്കാട് കോട്ടയം ഭാഗത്തു നിന്നാണ് സഹോദരൻ കുര്യൻ ചേട്ടൻ ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. തമാശിന് 10 വയസ്സിൽ തുടങ്ങിയ മദ്യപാനമായിരുന്നു. എന്തോ 10 വയസ്സിൽ തുടങ്ങിയ മദ്യപാനമായിരുന്നു. തമാശയിൽ തുടങ്ങി നോക്കി 45 വയസ്സായി. അവസാനം ഒരു പുള്ള നിൽക്കാതെ വന്നു. ഒരു പൊൾക്കുപ്പി വേണം ഒരു ദിവസം. അതിൻ്റെ ടച്ചിങ് 60 കട്ടം പീടി. കർത്താവേ, 10 മുറുക്കാൻ പുറകെ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, ആണ്ട സെഹിയോനോട്ട് പൊക്കോ, അട്ടപ്പാടി നല്ല സ്ഥലമാണ്, അന്നേരം സ്ഥലം കാണാമെന്ന് പറഞ്ഞു. എന്തായാലും ഒന്ന് പോയി നോക്കാം. വലിയ വിശ്വാസമൊന്നുമില്ല, പള്ളിയിലൊന്നും പോകുകയല്ല. ഒന്ന് പോയി നോക്കാം, അട്ടപ്പാടി ഇല്ലെങ്കിലും കാണാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ വന്നു. 5 ദിവസം കുടിക്കാതിരിക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് കയറിയാൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും കയറി 1-2 ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല. വിനോയച്ചൻ വിളിച്ച് പറയുന്നുണ്ട്, ഒരു മകൻ്റെ ആസക്തി മദ്യപാനത്തിനുള്ള കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തോമാശ്രീയുടെ ആളാണ്, തൊട്ട് വിശ്വസിച്ചാൽ ഞാൻ ഇത് ചെയ്യുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന് വ്യാഴാഴ്ച രാത്രി ആരാധനയുടെ സമയത്ത് എൻ്റെ തലയിൽ ആരോ തണുത്ത് മരവിച്ച കൈ കൊണ്ട് തൊടുന്നു. മുല്ലപ്പൂ എൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി വിരിയുന്ന മണം വന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ പഴയ സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതെന്താ സംഭവിച്ചത്? എന്തായാലും ഇവിടുന്ന് അങ്ങ് പോയ വഴിക്ക് ഒരുപാട് ബാറും ഷാപ്പും ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ ഓർത്തു, എനിക്ക് ഒന്നും കൂടെ വരണം സെഹിയോനി. അതാ കൃത്യം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 23 ഇവിടെ വന്നത് 2013. വാർഷികത്തിനാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. വാർഷികത്തിന് എനിക്ക് തോന്നി. ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് എങ്ങനെ ആലോചിച്ചിരിക്കുക, ജൂൺ മാസം ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അതാ ഒരു പേടി. എന്തായാലും എൻ്റെ അടുത്തൊരു യാക്കോവക്കാരൻ സഹോദരനുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ബുക്ക് ചെയ്ത് തരാമോ? അന്നേരം പറഞ്ഞ്, എനിക്കറിയത്തില്ല കുര്യ. ഞാൻ പറഞ്ഞു, അവിടെ ചെല്ലണമെന്ന് നിയമം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നോളൂ, ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എഴുതണമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. ബുക്ക് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആണ്ടെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇവിടെ വരാൻ പറ്റി. കർത്താവേ. അല്ല, ശരിക്കും പറഞ്ഞാൽ എന്തേലും ബ്രാൻഡെന്ന് പറഞ്ഞ ദിവസം ഒരു പുള്ള 750 മില്ലിക്ക് പിന്നെ പോരായിരുന്നു. പിന്നെ വന്നപ്പോൾ കൂടി പോവായിരുന്നു. 60 കട്ടൻ ബീഡിയാ. ബീഡി എനിക്ക് 60 എണ്ണം വേണം. ഒരു കടുങ്കാപ്പി രാവിലെ കുടിക്കണം. ഒരു കൂട് ബീഡി എനിക്ക് വേണം. 12 ബീഡി. അങ്ങനെയായിരുന്നു.
എന്നിട്ട് നോക്ക് അവരുടെ അട്ടപ്പാടി സെഹിയോനിലേക്ക് ഒന്ന് പോകുന്നു പറഞ്ഞിട്ട് ധ്യാനം ബുക്ക് ചെയ്ത സഹോദരൻ. എന്നിട്ട് ഇവിടെ വന്നാന്ന് ക്ലിയറായിട്ട് പറയും. ഇവിടെ വന്നിട്ട് ശരിക്കും എന്താ ഉണ്ടായത്? ആരാധനയുടെ സമയത്ത് ഒരു തണുത്ത് മരവിച്ച കൈ തലയിലേക്ക് വന്ന് ഒന്ന് തൊട്ട്. അപ്പൊ ഇത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. 1, 2, 3, 4, 5 പ്രായമായി. അതുപോലെ മുല്ലപ്പൂ അങ്ങോട്ട് പൊട്ടി വെരിയുന്ന എങ്ങനെ വരുന്നോ അതേ മണം മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ചു കയറുക. ആ കയറ്റത്തിൽ ഞാൻ നിന്ന് അങ്ങ് ഉറങ്ങി. അത്രേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ മദ്യപിക്കാൻ തോന്നണില്ല, ബ്രാൻഡ് ഷാപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ പോലെ ഒരു വെറുപ്പ് ഉറപ്പൊക്കെ തോന്നാൻ. ഈ 1 വർഷമായിട്ട് മദ്യപിച്ചിട്ട് 10ാമത്തെ വയസ്സ് തുടങ്ങിയതാ, 35 വർഷം. ദൈവം അത്ഭുതം. എന്നിട്ട് വീണ്ടും 1 വർഷം ശേഷം ധ്യാനം കൂടാ സാർ. ദൈവം അത്ഭുതം നേരിട്ട് വന്ന പിന്നെ ഞാൻ തീരുമാനിച്ചു പോവുകയാണെങ്കിൽ ഒന്നുകൂടെ സെക്യൂരിറ്റി പോയിട്ടേ ഉള്ളൂ, അല്ല ഞാൻ പോകുന്നില്ല. അങ്ങനെ ഞാനൊരു സഹോദരനോട് പറഞ്ഞു, പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെ ഞാൻ പറയാം WW സെക്യൂരിറ്റി അടിച്ചു കഴിയുമ്പോൾ ഇതേ വരും, അതൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്തായാലും പിന്നെ വിളിച്ച് പറയുന്നത് എന്നോട് കുര്യന് പോകാനുള്ള സീറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. സന്തോഷമായി. കൈ അടിച്ച പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. നോക്ക സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞ നാളുകളായിട്ട് ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു കൊണ്ടിരുന്ന ഈ ദാസന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തക്ക വിധം ദൈവം ആരാധന സമയത്ത് കൃപ നൽകി അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കാനും അതുവഴി അങ്ങോട്ട് വചനം പാലിക്കാനും എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന് കൃപ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഓരോ ആരാധനകളും ഓരോ വിശുദ്ധ ബലിയർപ്പണങ്ങളും ഓരോ വചന ശുശ്രൂഷയും ഓരോ കുമ്പസാരവും ഓരോ മാതാപിതാക്കളുടെ ഉപദേശവും ഓരോ പള്ളിയിലെ പ്രസംഗങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പാലിക്കാനുള്ള കൃപ നിനക്ക് തരുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുത ശുശ്രൂഷകളാണ്. ഇപ്പോൾ ഈ വചന ശുശ്രൂഷകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കപ്പെടുന്ന വചനങ്ങൾ പാലിക്കാനുള്ള വലിയ കൃപ കൊണ്ട് ഓരോ ദാസന്മാരെയും കർത്താവ് മുദ്രയിടും. കാരണം വചനം എങ്ങനെ പഠിപ്പിക്കുന്നത്? അവിടുത്തെ വചനം കേൾക്കുക വഴി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മുദ്രിതരായി തീരുമെന്ന് എഫേസസ് ലേഖനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവേ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ മുദ്രിതരായി തീരുമെന്ന എഫേസസ് ലേഖനത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും തരണമേ. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഞങ്ങൾ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം പാലിക്കാനും ഞങ്ങൾ ഓരോരുത്തരുടെ മേലെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എഫേസസ് 1:13 രേഖപ്പെടുത്തിയതുപോലെ ഓ കർത്താവേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ മുദ്രിതരായി തീരുമെന്നുള്ള വചനം ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചനം ശ്രവിക്കാൻ പറ്റാത്തവരും അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമശക്തിയാൽ തുറക്കപ്പെടട്ടെന്ന് കൽപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഓരോ ഹൃദയങ്ങളിലേക്ക് അവിടെ നമുക്ക് കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുക. വചനം പഠിക്കാൻ കൃപ, വചനം കേൾക്കാൻ കൃപ, വചനം വായിക്കാൻ കൃപ, വചനം ജീവിക്കാൻ കൃപ, വചനത്തിന് വേണ്ടി മരിക്കാൻ കൃപ, വചനം പാലിക്കാൻ കൃപ, അങ്ങനെ വചനത്തിന് പരിപാലനം അനുഭവിക്കാൻ കൃപ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനം മുഴുവൻ പാലിക്കാൻ കൃപ നേടിയെടുത്ത കൃപയുടെ നിറകുടമായ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് സംബോധന ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പീഡിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ അധപതിക്കുക. പ്രൈസ് ദി ലോർഡ്.
പീഡിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ അധപതിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവനും മരണവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് ബൈബിളിൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ 2 ഓപ്ഷൻ കർത്താവ് നിനക്ക് തരികയാണ്. ഒന്നെങ്കിൽ നീ പീഡിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ നീ അധപതിക്കുക. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുമ്മാ ഉണ്ടാക്കിയൊരു സെൻറ്റൻസ് അല്ലത്. ഇത് എഴുതപ്പെട്ട ബൈബിളിലെ തിരുവചനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എവിടെയാണ് നമ്മളത് കാണുന്നത്? അത് നമ്മൾ വായിക്കുന്നത് 2 തിമോത്തി 3:12 3:13 തിമോത്തിയോസ് ലേഖനം 2-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുലിഖിതം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, there is no exception for anybody, എല്ലാവരും പീഡിപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണോ? നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വ്യക്തിയാണോ? നീ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ നീ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു കഴിഞ്ഞെങ്കിൽ, നീ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, നീ പീഡിപ്പിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി നിനക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹമില്ല, നിനക്ക് പീഡിപ്പിക്കപ്പെടാൻ ആഗ്രഹമില്ല, എന്നാൽ അധപതിക്കാൻ തയ്യാറായിക്കൂ. അത് നമ്മൾ എവിടെ വായിക്കണത്? തൊട്ട് താഴത്തെ വാക്യം 13-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതേ സമയം ദുഷ്ടനും കപട നാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. അതേസമയം നിനക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ താല്പര്യമില്ലാതെ ദുഷ്ടത, കപടനാട്യം, വഞ്ചന ഇതുപോലെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ അധപതിക്കുമെന്ന് വചനം പഠിപ്പിക്കുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതാണ് അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒന്നെങ്കിൽ നീ പീഡിപ്പിക്കപ്പെടുവാൻ ഒരുങ്ങുക, അല്ലെങ്കിൽ നീ അധപതിക്കാൻ ഒരുങ്ങുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനങ്ങൾ അത് നൽകുന്നൊരു സംഗതിയാണ്. കണ്ണ് തുറന്ന് ഈ ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കുക. ആദിമ സഭയിൽ ഏതെങ്കിലും അപ്പസ്തോലൻ നേരെ ചൊവ്വേ മരിച്ചിട്ടുണ്ടോ? ആദിമ സഭയിൽ പത്രോസ്ലിഹ തുടങ്ങി, പൗലോസ്ലിഹ തുടങ്ങി, യാക്കോബ് തുടങ്ങി, തോമാസ്ലിഹ തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പസ്തോലൻ നേരെ ചൊവ്വേ മരിച്ചിട്ടുണ്ടോ പീഡിപ്പിക്കപ്പെടാതെ? നീ വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു നോക്ക്, നീ രക്തസാക്ഷികളുടെ ചരിത്രം പഠിച്ചു നോക്ക്. എന്തെന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യേശുക്രിസ്തു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയാണ് പൗലോസ്ലിഹ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്താണ് ഇതിനെക്കുറിച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. അവിടെ വചനങ്ങളെ പഠിപ്പിക്കുന്നത്, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു പീഡാസഹനം, കുരിശുമരണം വഴി കർത്താവ് രക്ഷ നേടിത്തന്നെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തു പീഡനമേറ്റെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ, നീ പീഡിപ്പിക്കപ്പെടും എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടിരിക്കുന്ന പ്രവചനമാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഈ പീഡനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലോകത്തിൽ കാണുന്ന ഒരുപാട് തരത്തിലുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് പീഡനം എന്ന് മനസ്സിലാക്കേണ്ടത്? നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനും വേദന ഉണ്ടാക്കുന്ന എന്തും പീഡനമാണ്. നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനും വേദന ഉണ്ടാക്കുന്ന എന്ന പീഡനമാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ തലയർത്ത് കൊല്ലുന്ന മാത്രമല്ല പീഡനം. നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ അതൊരു പീഡനമാണ്. അത് നിന്റെ മനസ്സിന് വേദനയുണ്ടാക്കും. നിന്റെ ശരീരത്തിന് രോഗം വന്നാൽ അതൊരു പീഡനമാണ്. അത് നിന്റെ ശരീരത്തിന് വേദനയുണ്ടാക്കും. നിന്റെ ആത്മാവിനെ ക്ഷതമേൽപ്പിക്കുന്ന ഒരു സംഗതി സംബന്ധിച്ചാൽ അത് നിന്റെ ആത്മാവിനെ വേദനിപ്പിക്കും. അതൊരു പീഡനമാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ, നീ യേശുവിന്റെ അനുയായിയായോ? നീ യേശുവിന്റെ ആളാണോ? നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ? നിന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേദന സഹിച്ച് നീ കൃപയിൽ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അതല്ലാതെ നിനക്ക് ലോകത്തിന് വഴി, വിശാലമായ വഴിയെ വഞ്ചന, പല തരത്തിലുള്ള ശരീരത്തിനും മനസ്സിനും ആത്മാവിനും, ശരീരത്തിന് തീരെ ഇഷ്ടമില്ല വേദന സഹിക്കാൻ, മനസ്സിന് തീരെ ഇഷ്ടമില്ല വേദന സഹിക്കാൻ. അതുകൊണ്ട് ശരീരവും മനസ്സും ഈ ലോകത്തിന് സുഖഭാവങ്ങളുടെയും ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങളുടെയും വഞ്ചന തുടങ്ങി ഒരുപാട് തരത്തിലുള്ള പാപത്തിന്റെ വഴികളിലൂടെ പോകാൻ വേണ്ടി നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവപൈതലേ, അത് നിന്നെ കൊണ്ട് എത്തിക്കുന്നവരെയോ അത് പീഡനത്തിലല്ല, നിന്നെ നാശത്തിലും അധപതനത്തിലും കൊണ്ടുപോയി എത്തിക്കുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഇത് രണ്ടും തുല്യമാണെന്ന് വിചാരിക്കരുത്. പീഡനം എന്ന് പറഞ്ഞാൽ അത് നിന്റെ ആത്മാവിന് വലിയ ആനന്ദം നൽകുന്നതാണ്, നിന്റെ മനസ്സിന് വലിയ ആനന്ദം നൽകുന്നതാണ്, നിന്റെ ശരീരത്തിന് വലിയ ആനന്ദം നൽകുന്നതാണ്. അതാണ് വിശുദ്ധ കൊച്ചുദേശിയെ, വിശുദ്ധ അൽഫോൻസാമയൊക്കെ അനുഭവിച്ചത്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എത്ര കാലം ഇത്ര നീ പീഡിപ്പിക്കപ്പെടുന്നുവോ, നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും ആത്മാവിലും നിനക്ക് എത്രമാത്രം കാലം പീഡ അനുഭവിക്കുന്നോ അത്രയും ബ്ലെസ്സിംഗ് ആണ് സഹോദരങ്ങളെ. അത് നമ്മൾ വായിക്കുന്നത് 90 സങ്കീർത്തനത്തിൽ 15 തിരുലിഖിതത്തിലാണ്. അവിടെ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. എന്ന് പറഞ്ഞാൽ നീ എത്ര വർഷം നിന്റെ ശരീരത്തിൽ വേദന സഹിച്ചോ, എത്ര വർഷം നീ മനസ്സ് കലങ്ങി സങ്കടപ്പെട്ട് ആരാരും മനസ്സിലാക്കാൻ പോലും ഇല്ലാതെ നീ പീഡിപ്പിക്കപ്പെട്ടോ, എത്ര വർഷക്കാലം നിന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞോ, അത്രയും വർഷങ്ങളും അത്രയും മാസങ്ങളും അത്രയും ദിവസങ്ങളും അത്രയും മണിക്കൂറുകളും അത്രയും മിനിറ്റുകളും നിനക്ക് സന്തോഷത്തിൻ്റെതാക്കി മാറ്റുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമ്മൾ വായിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് അടുത്ത വചനം നമ്മൾ പഠിക്കണം. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 14-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുലിഖിതത്തിലാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അവിടെ അപ്പോസ്തലന്മാർ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവര് സഹശിഷ്യന്മാരെയും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. വലിയ ആന്തരിക അർത്ഥമുണ്ട് ഈ വചനത്തിനകത്ത്. അപ്പോസ്തലന്മാര് പറയാണ്, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളില് അനേകം പേരെ ചുട്ടുകരിച്ചും ആ മണ്ണിട്ട് മൂടിയും വെടിവെച്ചും കഴുത്തോർത്ത് കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഇന്നത്തെ അപ്പോസ്തലൻ നീയാണ്. അന്ന് സഭയെ പീഡനമുണ്ടായി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുഗമിച്ച അപ്പോസ്തലന്മാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് യേശുവിനെ രക്ഷകനും നാഥനും അനുസരിച്ച് നീയാണ് അപ്പോസ്തലൻ. നീ ചുറ്റുമുള്ള ജനതകളെയും ചുറ്റുമുള്ള ആൾക്കാരെ നീ ശക്തിപ്പെടുത്തണം. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടത്? അടുത്ത വാക്യം വചനം പഠിപ്പിക്കുകയാണ്: നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, പീഡനം സഹിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിന്റെ വാതിലുകളിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഒരു ദുർഘട ഓട്ടം ഓടുമ്പോൾ 100 മീറ്ററിന്റെ 100 മീറ്ററിന്റെ ഓട്ടം ഓടുന്ന പോലെയല്ല. ദുർഘട ഓട്ടത്തിന് ദുർഘട അങ്ങനെ വഴികളുണ്ട്. ദുർഘട ഓട്ടത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിരവധി നിരവധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരവധി എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ തീർക്കാൻ പറ്റാത്തത്. അതുപോലെ നിരവധിയായ പീഡനങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിന്റെ വാതിലേക്ക് പ്രവേശിക്കുള്ളൂ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ പീഡനം അനുഭവിക്കുന്ന വർഷങ്ങൾ സന്തോഷമായിട്ട് മാറുന്നത്? ഈ ഭൂമിയിൽ എത്ര വർഷം നീ പീഡിപ്പിക്കണമെന്നോ അതിനേക്കാൾ ഇരട്ടി വർഷങ്ങൾ സന്തോഷം കർത്താവ് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവരാജ്യ പ്രവേശനത്തിന് മുമ്പുള്ള അവസാനത്തെ പടിയായിട്ട് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ വാതിലാണ് പീഡനമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന് വിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. അവിടെ വചനം പഠിപ്പിക്കുകയാണ്: യേശു പ്രതിവച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും
ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്ന ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സംഗതി എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കർത്താവോടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പീഡനങ്ങൾ. എന്നിട്ട് അടുത്ത വാക്ക് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ഈ ലോകത്തിൻ്റെ മാതാക്കൾ മക്കൾ വയലുകൾ എല്ലാ സംഗതിയൊക്കെ അനുഭവിക്കാം. അതിനുശേഷം ഒരു പീഡനത്തിൻ്റെ കാലഘട്ടമുണ്ട്. അതിനുശേഷം അടുത്ത പടിയാണ് നിത്യജീവിതത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ശരീരത്തിന് മനസ്സിന് ആത്മാവിനൊരു പീഡനം ഉണ്ടാകുമ്പോൾ നീ പെട്ടെന്ന് അങ്ങോട്ട് ഒരു നിഷ്ക്രിയനായി പോകരുത്. നിന്റെ കുടുംബത്തിൽ ഒരാൾക്കൊരു പീഡനം കാണുമ്പോൾ നീ പെട്ടെന്ന് അങ്ങോട്ട് ഓഫായി പോകരുത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തെ പീഡിപ്പിക്കപ്പെടുന്ന കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ നീ പ്രതികരിക്കണം. മാനുഷികമായ രീതിയിൽ ദൈവികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നന്നായി പ്രതികരിക്കണം. ഉപവാസം എടുക്കണം, കൊന്ത ചെല്ലണം, ജമാല ചൊല്ലണം, ജാഥകൾ നടത്തണം, വാൾപോഷൊട്ടിക്കണം, ഒക്കെ നീ ചെയ്യണം. പക്ഷെ നിനക്കൊരു പീഡനം വരുമ്പോൾ നിന്റെ മനസ്സ് എങ്ങനെയായിരിക്കണമെന്ന് എഴുതപ്പെട്ട വചനം കൊണ്ട് ബലപ്പെടുത്തണം. അതെവിടെ നമ്മൾ കാണുന്നത്? അത് നമ്മൾ വായിക്കുന്നത് എഫേസോസ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകൾ എത്രേ നിങ്ങളുടെ മഹത്വം. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡകളുണ്ട്, അതിനകത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. പൗലോസ് കാരാഗ്രഹം, കൊടും തണുപ്പ്, ജാഗരണം, കടലിലൂടെ ഒഴുകി നടക്കുന്നു, വന്യമൃഗങ്ങൾ, ഒരുപാട് ആക്രമണങ്ങൾ, സൈന്യത്തിൻ്റെ ആക്രമണം, പടയാളികളുടെ ആക്രമണം, രാജാക്കന്മാരുടെ ആക്രമണം. എന്നാൽ പറയേണ്ട പൗലോസ്, ഇതാണ് നിങ്ങളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇപ്പോൾ ബിനോയ് അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഗ്യാസൊക്കെ ഇട്ട് ഈ TV കൂടെ ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ്. എൻ്റെ പുറകിലുള്ള കാരണം എന്താ? എനിക്ക് വേണ്ടി യേശു ക്രിസ്തു പീഡ സഹിച്ച് മരിച്ചു. അതാണ് എൻ്റെ മഹത്വം. അതുകൊണ്ട് സഹിക്കുന്ന പീഡകൾ എത്രേ നമ്മുടെ മഹത്വം. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കുണ്ടാകേണ്ട മനസ്ഥിതി എന്താണ്? അത് നമ്മൾ വായിക്കുന്നത് കൊളോസസ് ലേഖനത്തിലാണ്. കൊളോസസ് ലേഖനം 1-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തെ ഞാൻ നികത്തുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡനം ഞാൻ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ജീവിതത്തിൽ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുമ്പോൾ, ഒരു കുടുംബജീവൻ നയിക്കുമ്പോൾ, ഒരു സൊസൈറ്റിയിൽ നീ ജീവിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നീ മറ്റുള്ളവർക്ക് കൊണ്ട് കുറച്ച് പീഡനം സഹിക്കേണ്ടി വരും. അവരിന്ന് പീഡനം നിനക്ക് ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്തൊരു സന്തോഷത്തിൻ്റെ അഭിഷേകം നമ്മൾ കണ്ടെത്തണം. കാരണം ഇതിനെല്ലാം വലിയ പ്രതിഫലം കർത്താവ് നൽകാനിരിക്കുന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിന് വേദന ഉണ്ടാക്കുന്ന എന്ത് കർത്താവ് തന്നാലും സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കട്ടെ. ഇല്ലെങ്കിൽ അത് പതിക്കാനുള്ള വഴി സാത്താൻ തുറന്നിടുന്നുണ്ട് എന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുന്നൊരു ദൈവമുണ്ട് ബൈബിളിൽ. അപ്പം ചില ശിഷ്യന്മാരുടെ കർത്താവ് അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന് ശേഷം പറഞ്ഞു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പൊയ്ക്കൊള്ളുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, കർത്താവിൻ്റെ പക്ഷത്തുള്ള ഇങ്ങോട്ട് നീങ്ങി നിൽക്കട്ടെ. ഏലിയ ഇതേ സന്യാസം ആവർത്തിച്ചു. നീ ഒരു തീരുമാനമെടുക്കണം. ഒന്നെങ്കിൽ പീഡിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ അധപതിക്കുക. ദൈവസനൊരു തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ 2 സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവെ, യേശുക്രിസ്തുവിനെ ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ വെച്ച് പീഡനത്തിലൂടെ ദൈവരാജ്യം അവകാശപ്പെടുത്താനുള്ള ആഗ്രഹമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ദൈവമേ, ഇപ്പോൾ തുടക്കത്തിൽ കൊണ്ട സാക്ഷ്യത്തിൽ ആ കുര്യൻചേട്ടങ്ങൾ കൃപ കൊടുത്തതുപോലെ ഈ ഒരു മേഖലയിലെ കൃപ എനിക്ക് തുറന്നു തരണമേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ. കരങ്ങൾ ഇത് എല്ലാവരും ചേർന്ന് സ്തുതിക്കപ്പെടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവ് ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന. ഓ കർത്താവ്, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേദന ഉണ്ടാക്കുന്ന പീഡകളുടെ കാലഘട്ടങ്ങളിൽ ദൈവമേ കരുത്തോടെ പിടിച്ചു നിൽക്കാൻ, കൃപയോടെ പിടിച്ചു നിൽക്കാൻ. ഓ കർത്താവ്, ചെടിയുടെ തളിർപ്പുകൾ വെട്ടിമാറ്റുമ്പോൾ അത് വീണ്ടും കരുത്തോടെ കിളിർത്ത് വരുന്നത് പോലെ ശക്തി പ്രാപിച്ച് നിലനിൽക്കുന്ന അഭിഷേകം ഓരോരുത്തരും വേണ്ടി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
പ്രൈസ് ദി ലോർഡ്. അധപതിക്കരുത്, പീഡ സഹിക്കുക. Lord Jesus. ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വന്ന ഈ തിരുമണിക്കൂറിൽ അവിടുന്ന് ഞങ്ങളുടെ നേരെ കരങ്ങൾ ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിച്ച പീഡകളിൽ പങ്കുകാരായി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ചക്കവിധം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ ദൈവമേ, സാത്താന്യ പീഡകളും ദൈവം അനുവദിക്കുന്ന പീഡകളും കർത്താവെ മാനുഷിക പീഡനങ്ങളും മനസ്സിലാക്കി വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തക്കവിധം ഞങ്ങൾ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, സാത്താന്യ പീഡകൾ ഓരോരുത്തരും ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ ദൈവം അനുവദിക്കുന്ന പീഡകളിൽ സന്തോഷത്തിൽ എടുക്കാൻ തക്കവിധമില്ല കൃപയുടെ വാതിൽ തുറക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, എല്ലാ മേഖലകളിലും ഹൃദയങ്ങൾ തുറക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുകയാണ്. രോഗപീഠകൾ, പൈശാചിക പീഡകൾ, എല്ലാ തരത്തിലും അന്ധകാര പീഡകൾ, ശല്യങ്ങൾ, ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന പീഡകളെ സ്വീകരിക്കാൻ തക്കവണ്ണം മനസ്സിന് ബലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിന് വലിയ ഉണർവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശരീരത്തിന് വലിയൊരു സന്തോഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, 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 ആരാധന.